നല്ല സായം സന്ധ്യയിൽ സത്യദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. വിശുദ്ധ തിരുവചനം ഇങ്ങനെ പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ യഹോവ രക്ഷിക്കുന്നുവെന്ന്. ഈ രാത്രിയിൽ ഹൃദയനുറുക്കത്തോടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള വാഞ്ചയോടെ കടന്നു വന്ന ദൈവമക്കളെ, പൂർണ്ണമായും ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ നിൽക്കേണ്ടതിന് കർത്താവ് നിങ്ങളെ കരത്തിൽ താങ്ങി നിർത്തും. ലോകത്തിൻ്റെ മുഖത്ത് പലപ്പോഴും നാം നോക്കിയാൽ നമ്മുടെ സന്തോഷം സങ്കടമായി മാറും. മനുഷ്യർ പറയുന്ന പല വാക്കുകളും നമ്മുടെ ഹൃദയത്തിനകത്ത് സന്തോഷത്തിന് പകരം സങ്കടങ്ങളെ ജനിപ്പിക്കുന്നതായി മാറാറുണ്ട്. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ആര് തങ്ങളുടെ ആവശ്യങ്ങളെ പറഞ്ഞിട്ടുണ്ടോ അവരുടെ മുഖം വാടിപ്പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല. കഴിഞ്ഞ നാളുകൾ ചോദിച്ചതിലും ചിന്തിച്ചതിലും നനച്ചതിലും ഉപരിയായി അനേകർ വഴിയിൽ വീണപ്പോൾ, അനേകർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകർ സമാധാനം നഷ്ടപ്പെട്ടവരായി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കുടുംബത്തിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു ഭാരമായി മാറിയപ്പോൾ, ഈ സന്ധ്യയുടെ യാമത്തിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നിന്നെ കൊണ്ടുവന്നത് നിൻ്റെ മിടുക്കല്ല, നിൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കരുണയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ നീ തയ്യാറായി നിന്റെ കണ്ണ് നിറയുവാൻ, നിന്റെ ഹൃദയം വേദനിക്കുവാൻ, നീ മറ്റുള്ള മുമ്പിൽ നിരന്ന് നടക്കുവാൻ, മറ്റുള്ളവരോട് സങ്കടങ്ങളെ പറഞ്ഞ് നീ ഭാരപ്പെട്ട് നടക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിതരായി തീർന്നിട്ടില്ലെന്ന്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നീ അനുഭവിച്ച കഷ്ടങ്ങൾക്കും കണ്ണുനീരിനും പരിഹാരം എന്ന കർത്താവിന് നീ കൊടുക്കുന്ന മഹത്വം കുറഞ്ഞു പോകരുത്, അത് നിറച്ച് ദൈവത്തിന് കൊടുക്കണം. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്: ദൈവത്തിൽ വിശ്വാസം ഉള്ളവരായിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ശിഷ്യന്മാരെ നോക്കി, തൻ്റെ കൂടെ വരുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ലോകത്തിലല്ല വിശ്വസിക്കേണ്ടത്, മനുഷ്യർ പറയുന്ന വാക്കിലല്ല വിശ്വസിക്കേണ്ടത്, നിങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിൽ വിശ്വസിപ്പീൻ. സ്വത്രം. അങ്ങനെ നിങ്ങളെ വീണ്ടെടുത്ത, നിങ്ങളെ രക്ഷിച്ച നിങ്ങൾ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിപ്പാൻ തയ്യാറായാൽ വചനം വ്യക്തമായി പറയുന്നത് നീ എന്ത് ചോദിച്ചാലും അവൻ നിനക്ക് തരുമെന്ന്, നീ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. കുഞ്ഞെ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചു, ഞാൻ ഇത്രയും കാലം പാടി, ഞാൻ ഇത്രയും കാലം ദൈവസന്നിധിയിൽ നിന്നു, അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു, എന്നാൽ ഞാനോ ആഗ്രഹിച്ചതുപോലെ ഒരു ഉയർച്ച എനിക്ക് ലഭിച്ചില്ല. എന്നാണ് ദൈവം എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുന്നത്? എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ശുഭഭാവി എനിക്ക് ലഭിക്കുന്നത്? ഇന്ന് പ്രഭാതത്തിൽ എന്നെ ഫോൺ കോളിൽ വിളിച്ച് കട്ടപ്പനയിൽ നിന്ന് ഒരു വ്യക്തി സ്വത്രം വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു: എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞാൻ വല്ലാത്ത ഞരങ്ങിക്കൊണ്ടിരിക്കുക, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരെയും പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, സ്വർഗം എൻ്റെ പ്രാർത്ഥന മാത്രം കേൾക്കുന്നില്ല. എനിക്ക് ചിരി വന്നു. സ്വത്രം നോക്ക്, അവർ നോക്കുന്നത് ലോകത്തിലുള്ളവരെ. സ്വത്രം
സ്വത്രം. ലോകത്തുള്ളവരെ നോക്കിയിട്ടാണ് അവർ ദൈവസന്നിധി പരാതി പറയുന്നത്. എന്നാൽ പറയട്ടെ, നീ ലോകത്തുള്ളവരെ നോക്കിയാൽ ദൈവമഹത്വം നിനക്ക് കാണാൻ പറ്റത്തില്ല. വ്യക്തമായി പറയട്ടെ, നിന്റെ ആയുസ് 35 വർഷം ഭൂതലത്തിൽ തന്നത് സർവശക്തനായ ദൈവമാ. ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞ മറുപടി ഇതാണ്: കുഞ്ഞേ, 35 വർഷം ഭൂതലത്തിൽ നീ ശ്വസിച്ച വായുവിൻ്റെ കണക്ക് നീ മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടുത്തെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറോട് ചോദിച്ചാൽ അദ്ദേഹം ഒരു വലിയ ലിസ്റ്റ് തരും, കോടിക്കണക്കിന് രൂപയുടെ കണക്ക്. സ്വത്രം. നീ മൂക്കിലോട്ട് വെച്ച് വലിച്ച ആ ഓക്സിജൻ്റെ കണക്ക്, അത് സ്വത്രം. അങ്ങനെയാണെങ്കിൽ നീ ചോദിക്കാതെ, നീ അറിയാതെ നിൻ്റെ ഉറക്കത്തിലും ഊണിലും നീ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം യഥേഷ്ടം ശ്വസിക്കുവാൻ ഒരു പലിശയും ചോദിക്കാതെ, ഒരു മുതലും ചോദിക്കാതെ നിനക്ക് ജീവൻ നൽകി തന്ന ദൈവത്തെയാണോ നീ കുറ്റം പറയുന്നത്? അനേകർക്ക് ആഹാരം കഴിപ്പാൻ കഴിയാതെ, സ്വത്രം, ഭവനത്തിനകത്ത് കൊണ്ടുവച്ചിട്ട് നോക്കിയിരുന്ന് വിയർപ്പ് മുട്ടുമ്പോൾ, സ്വത്രം, അനേകർ വഴിയിൽ തളർന്നും തകർന്നും വീഴുമ്പോൾ മിഷ്ടാന ഭോജനം കഴിച്ചുകൊണ്ട് ഓടി നടന്നു നിൻ്റെ കാര്യങ്ങളെ ക്രമീകരിപ്പാൻ നിനക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്നത് ആരാണെന്ന് നിനക്കറിയാമോ കുഞ്ഞേ? അത് സർവശക്തനായ ദൈവമാ. ആ ദൈവം നിന്നെ ഇന്ന് വരെ നിർത്തിയെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാതെ ഇരിക്കത്തില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാ ഞാൻ സേവിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന കർത്താവ്. ആ കർത്താവ് തൻ്റെ ദാസനായ അബ്രഹാമിനെ വിളിച്ചിട്ട് സ്വത്രം വാഗ്ദത്തം ചെയ്തത് വലുതായിരുന്നു. സ്വത്രം. എന്നാൽ ആ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പുറകോട്ട് നോക്കിയില്ല, അബ്രഹാം മറുത്തൊന്നും പറഞ്ഞില്ല. കാരണം അതിന് മുൻപുള്ള നാളുകളെ അവനൊന്ന് നോക്കി. തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ച ഒരു സന്തോഷമില്ല, താൻ ആഗ്രഹിച്ച ഒരു സമാധാനമില്ല, തൻ്റെ വ്യാപാരത്തിൽ തനിക്കൊരു ഉയർച്ചയില്ല, തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്നത് പോലെ തനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. സ്വത്രം. എന്നാൽ എപ്പോഴവനെ ദൈവം വിളിച്ചോ, എപ്പോൾ അബ്രഹാം ദൈവത്തിന് ശബ്ദം കേട്ടോ, ആ നിമിഷം മുതൽ അബ്രഹാമിനൊരു കാര്യം മനസ്സിലായി: ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിപ്പാൻ ജനിച്ചവനാ. സ്വത്രം. മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ജനിച്ചവനാ, മറ്റുള്ളവൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ വിളിക്കപ്പെട്ടവനാ, മറ്റുള്ളവന് സമാധാനത്തിന് വഴി പറഞ്ഞു കൊടുക്കാൻ വിളിക്കപ്പെട്ടവനാ. അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കും, കാലം വരെയും ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും നോക്കത്തില്ലെന്ന് പറഞ്ഞ് സ്വത്രം അബ്രഹാം ദൈവത്തെ പിൻപറ്റുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു: അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നേരിട്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിപ്പാനുള്ള കൃപ ദൈവം കൊടുത്ത് 25-ാമത്തെ വർഷത്തിൽ സ്വർഗം അസാധ്യമെന്ന് പറഞ്ഞ സ്ഥാനത്ത് അസാധ്യങ്ങളെ സാധ്യമാക്കി ഒരു തലമുറയെ സ്വർഗം കൊടുത്തെങ്കിൽ ഈ രാത്രി വ്യക്തമായി പറയട്ടെ, സ്വത്രം, വിശ്വാസത്തോടെ നീ പറയുന്നത് എന്തോ അത് സംഭവിക്കും. കുഞ്ഞെ, അവിശ്വസിക്കരുത്, സാഹചര്യങ്ങളെ നീ നോക്കരുത്, വാക്ക് പറഞ്ഞ ദൈവത്തിങ്കലേക്ക് നോക്കണം. നീ ചോദിക്കാതെ, നീ പറയാതെ ഈ ഭൂതലത്തിൽ നിന്നെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിനറിയാം നിനക്ക് എന്തു വേണമെന്നുള്ളത്. എന്നാൽ ഇന്ന് രാത്രിക്കാലം പറയട്ടെ, വേണ്ടതെല്ലാം തരുവാൻ എൻ്റെ കർത്താവിന് മനസ്സുണ്ട്. പക്ഷേ നീ അവനോട് കൂടെ നിൽപ്പാൻ തയ്യാറാകണം. അവൻ്റെ വചനമനുസരിച്ച് അതുപ്രകാരം യാത്ര ചെയ്യാൻ തയ്യാറാകണം. സ്വത്രം. ലോകത്തിലെ പിശാച് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുവാൻ, സ്വത്രം, ലോകത്തിൻ്റെ പിശാച് നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യും. സ്വത്രം, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബ്ലോക്ക് ചെയ്യും, നിൻ്റെ സന്തോഷത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കും. അപ്പോൾ നീ ലോകത്തിലേക്കൊന്ന് അയ്യം വിളിക്കല്ല വേണ്ടത്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നീ പ്രാർത്ഥിക്കണം. അങ്ങനെ നീ പ്രാർത്ഥിച്ചാൽ കുഞ്ഞെ, നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഭൂതലത്തിലുണ്ടാകത്തില്ല. ഒന്നുകൂടി ചേർത്ത് പറയട്ടെ, സ്വത്രം, അബ്രഹാം വാർദ്ധക്യത്തിലായപ്പോൾ ഒരു സന്തതിയെ കൊടുക്കുമ്പോൾ അബ്രഹാം കയ്പുനീര് കുടിച്ചില്ല. സ്വത്രം. അബ്രഹാം കയ്പുനീര് കുടിച്ചില്ല. നമ്മളിൽ പലരും
സ്വത്രം കയ്പുനീര് കുടിച്ചോണ്ടിരിക്കുക. വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, വലിയ മെച്ചപ്പെട്ട സാമ്പത്തിക ഭദ്രതയുണ്ട്, പക്ഷെ തിന്നാൻ ഭാഗ്യമില്ല. സ്വത്രം തൻ്റെ മക്കൾ തനിക്ക് കൊടുക്കുന്ന വേദനാജനകം അനുഭവങ്ങൾ ഓർത്തിട്ട് അപ്പൻ കരയുക, അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിക്കുക. എന്നാൽ ദൈവ പൈതലേ, നിന്റെ തലമുറ ദൈവത്തിന് മഹത്വമായി ജീവിക്കുമെങ്കിൽ നിന്റെ അപ്പനും അമ്മയും നിന്നെ ഓർത്ത് കരയേണ്ടി വരത്തില്ല. അവർ നിന്നെ അനുഗ്രഹിക്കും. സ്വത്രം അബ്രഹാമിൻ്റെ സന്തതിയായ ഇസഹാക്ക് വളർന്നു. സ്വത്രം ഇസഹാക്ക് വളർന്ന് ഇസഹാക്കിന് ബോധിച്ച ഒരു പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. സ്വത്രം ഒടുവിൽ അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ ഇസഹാക്കേ, നീ മിസ്രൈമിൽ പോകല്ലേ, നിനക്ക് ദൈവം ഇവിടെ തരും നന്മ. സ്വത്രം അനുസരിച്ച് ഇസഹാക്കിന് ദൈവം ആ ദേശത്ത് തന്നെ നന്മ കൊടുത്ത് ഉയർത്തി മാനിച്ചെങ്കിൽ, ദൈവം പറയുന്ന വാക്ക് കേട്ടനുസരിച്ച് അത് പ്രകാരം നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ നീ തോറ്റുപോകത്തില്ല. നീ നാളെക്കുറിച്ച് ഓർത്ത് വിലപിച്ച് നീ നടക്കേണ്ടി വരത്തില്ല. പലപ്പോഴും ഹൃദയത്തിനകത്തൊരു ചിന്ത കടന്നു വരും, സ്വത്രം ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ട് ഞാൻ അതിൻ്റെ പൂർണ്ണത കണ്ടില്ലല്ലോ എന്ന്. എന്നാൽ വ്യക്തമായി പറയട്ടെ, നീ ആയിരിക്കുന്നത്, നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാ. ആ കൃപ നിന്നിലുള്ളിടത്തോളം കാലം നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിൻ്റെ മുൻപിൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. അതിനെ തടയുവാൻ, അതിനെ ബ്ലോക്ക് ചെയ്യുവാൻ ആർക്കും ദൈവം അനുവാദം കൊടുക്കത്തില്ല. കാരണം എൻ്റെ ദൈവം പറയുന്നത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന്. അങ്ങനെയെങ്കിൽ കൈവിടാത്ത കർത്താവ് പറയുന്നത് കേട്ടനുസരിക്കണം. സ്വത്രം കൈവിടാത്ത കർത്താവ് പറയുന്നത് കേട്ടനുസരിക്കണം. നോക്ക്, മലാക്കി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം പറഞ്ഞിങ്ങനെ, നിങ്ങൾ കേട്ടനുസരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മനസ്സ് വയ്ക്കുകയും ചെയ്യാഞ്ഞാൽ. സ്വത്രം നോക്ക്, ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് യാത്ര ചെയ്യുകയും ദൈവത്തിൻ്റെ വചനപ്രകാരം നിൽക്കുകയും ചെയ്യാതിരുന്നാൽ, സ്വത്രം എന്താ പറഞ്ഞത്, നിങ്ങളുടെ മേൽ ശാപമയച്ച് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെയും ശപിക്കും. സ്വത്രം അങ്ങനെയാണ് ശാപം പേറി നടക്കാനല്ല എൻ്റെ കർത്താവ് നിന്നെ വിളിച്ചത്. കണ്ണുനീരോടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടക്കാനല്ല എൻ്റെ ദൈവം നിന്നെ വിളിച്ചത്. പിശാച് നിൻ്റെ തലയെ തകർത്ത് നിൻ്റെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുത്തി നിന്നെ കണ്ണുനീരിൻ്റെ ആഴങ്ങളിൽ തള്ളിയിട്ടത് കണ്ടിട്ട് ആരും സഹായിപ്പാനില്ലല്ലോ എന്നോർത്ത സമയം നീ വിളിച്ച സാഹചര്യത്തിൽ സ്വർഗം ഇറങ്ങി വന്ന് നിന്നെ കണ്ണുനീരിൽ നിന്ന് മാറ്റി സന്തോഷത്തിൻ്റെ കാലങ്ങൾ തരാമെന്ന് പറഞ്ഞെങ്കിൽ ആ വാക്ക് കേട്ടനുസരിച്ച് അവനെ പിൻപറ്റാൻ തയ്യാറായാൽ നീ താഴ്ച പ്രാപിക്കുകയില്ല, നീ ഉയർച്ച പ്രാപിക്കും. കേട്ടനുസരിച്ചാൽ. സ്വത്രം അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവം സങ്കീർത്തനം 91-ന്റെ 1-ാം വാക്യം പറയുന്നത്, അത്യുന്നതൻ്റെ മറവിൽ നീ വസിക്കാൻ തയ്യാറാവണം. കാരണം ഈ ലോകത്തിൻ്റെ പിശാച് ഏത് വിധത്തിലും നിന്നെയും നിൻ്റെ നന്മയെയും നിൻ്റെ കൂട്ടാളിയെയും നിൻ്റെ തലമുറയും നശിപ്പിക്കാൻ കടന്നു വരും. ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ പരുന്ത് പറന്നു വരുമ്പോഴാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു സംരക്ഷണം. ഇതുപോലെ നിങ്ങൾക്ക് നേരെ ശത്രു കൊണ്ടുവരുന്ന തന്ത്രങ്ങൾ ഫലിക്കാതിരിക്കണമെന്ന് ശത്രുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ രക്ഷിച്ച് തൻ്റെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുവാൻ കർത്താവ് മനസ്സുള്ളവനാ. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്ന പ്രകാരം നീ അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിച്ചാൽ നീ ആഗ്രഹിക്കുന്ന സന്തോഷം നിനക്ക് പ്രാപിപ്പാൻ കഴിയും. സ്വത്രം അടുത്ത വാക്യം പറയുന്നു, സ്വത്രം നീ ആരുടെയും മുമ്പിൽ സ്വത്രം നീ കരം നീട്ടുവാൻ ദൈവം നിന്നെ വിടത്തില്ല. നിനക്ക് വേണ്ടതെല്ലാം സ്വർഗീയ കലവറ തുറന്ന് നിനക്കും നിൻ്റെ സന്തതിക്കും നിൻ്റെ കൂട്ടാളിക്കും തന്നു നിറപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാ. സ്വത്രം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ വ്യാകുലപ്പെട്ട് മനം കലങ്ങി നാളെയെക്കുറിച്ച് വിചാരപ്പെടാതെ സ്വത്രം നിങ്ങളുടെ ഭാരം
ദൈവത്തിൻ്റെ സന്നിധിയിൽ വെക്കാനാണ് പറഞ്ഞത്. സ്വത്രം, നിങ്ങളുടെ ഭാരം ദൈവത്തിന് സന്നിധി വയ്ക്കാൻ. അങ്ങനെയാണെങ്കിൽ ആ ഭാരത്തെ ദൈവം വഹിക്കും. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ഒരു പക്ഷേ നിനക്ക് തോന്നാം എന്നെ അറിയുവാൻ, എൻ്റെ അവസ്ഥ കാണുവാൻ, എൻ്റെ വാക്കുകൾക്ക് ഒന്ന് ചെവി തരുവാൻ എനിക്കാരുമില്ല എന്ന്. ലോകത്തിൽ ആരോട് പറഞ്ഞാലും അവർ ഇത്തിരി നേരം കേൾക്കും, അത് കഴിയുമ്പോൾ അവരെ മുഖം തിരിച്ചു പോകും. പക്ഷേ എൻ്റെ കർത്താവ് അങ്ങനെ അല്ല കേട്ടോ. നിൻ്റെ എല്ലാ സങ്കടങ്ങളും കേട്ടിട്ട് അതിന് മറുപടി തന്ന് നിൻ്റെ കണ്ണുനീര് തുടച്ചിട്ട് എൻ്റെ കർത്താവ് പോകത്തുള്ളൂ. കർത്താവ് പറഞ്ഞത്, ആയുസ്സിൻ്റെ മധ്യത്തിൽ വെച്ച് നിന്നെ ഒരു കിടരോഗിയാക്കി മാറ്റി, നിന്റെ സാമ്പത്തികമെല്ലാം നഷ്ടപ്പെടുത്തി, ഒടുവിൽ നിന്നൊരു ദരിദ്രനാക്കി, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ നീ നരകിച്ച് മരിക്കും എന്നല്ല കർത്താവ് പറഞ്ഞത്. സ്വത്രം, അത് പിശാചിൻ്റെ പരിപാടിയാ. എന്നാൽ ദൈവത്തെ സേവിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ നീ ഒന്നിനും മുട്ടേണ്ടി വരത്തില്ല. കർത്താവ് പറഞ്ഞത്, നിൻ്റെ ആയുഷ്കാലം മുഴുവനും നീ അനുഭവിക്കാത്ത നന്മ അനുഭവിക്കേണ്ടതിന് ഞാൻ യെരൂശലേമിൽ നിന്ന് നിനക്ക് നന്മ അയച്ചു തരുമെന്ന്. സ്വത്രം എന്ന് പറഞ്ഞത് അക്ഷരിക യെരൂശലേമല്ല, സ്വർഗീയ യെരൂശലേമിൽ നിന്ന്. സ്വത്രം, അങ്ങനെയെങ്കിൽ കുഞ്ഞെ, നീ വിശ്വസിച്ചിരിക്കുന്ന നിൻ്റെ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ലെന്ന് നീ തിരിച്ചറിയാൻ ശ്രമിക്കണം. സ്വത്രം, ആ കർത്താവ് പറയാ, സ്വത്രം, നീ ആയുസോടെ ഇരുന്ന് നീ മഹത്വത്തെ വർണ്ണിക്കേണ്ടവനാ, ലോകത്തിന് ഒരു വെളിച്ചമായി ഇരിക്കുന്നവനാ, കരയുന്നവനെ കണ്ണുനീര് തുടയ്ക്കുവാനുള്ളവനാ, കണ്ണുനീര് തുടയ്ക്കുവാനുള്ളവളാ, വിശക്കുന്നവന് ആഹാരം കൊടുപ്പാനുള്ളവനാ, അങ്ങനെയാണെങ്കിൽ നിന്റെ കരത്തിൽ ദൈവം തന്നത് ദൈവമഹത്വത്തിന് വേണ്ടി നീ ഒന്ന് കൊടുത്തു നോക്ക്. നിന്റെ ജീവിതത്തിൽ നന്മ അനുഭവപ്പെടായിത്തീരും. സ്വത്രം, ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, സ്വത്രം, ഏക്കർ കണക്കിന് വസ്തു കൊണ്ട് ആലയം പണിയാൻ സ്ഥലമില്ല. സ്വത്രം, പാസ്റ്ററോടുകൂടെ കൂട്ടുവിശ്വാസികളുടെ വന്നിരുന്ന് പറയുക, കർത്താവേ, ഞങ്ങൾക്ക് ആലയം പണിയാനുള്ള സ്ഥലം തരണമേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച് സ്ഥലം വാങ്ങാനുള്ള കാശ് കിട്ടി. സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വത്രം, ലക്ഷങ്ങളും കോടികളും ബാങ്കിൽ കിടക്കുന്ന അച്ചായനും വന്നിരുന്ന് പറയുക, ആലയം പണിയാനുള്ള പൈസ തരണമേന്ന്. സ്വത്രം, ഞാനിങ്ങനെ പറയട്ടെ, എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. പക്ഷേ വെച്ചുകൊണ്ട് നീ ഇല്ലെന്ന് ആരോട് പറഞ്ഞാലും സ്വർഗം അത് കണക്കിടും. അത് നിൻ്റെ ജീവിതത്തിൽ നീ ആ വെച്ചിരിക്കുന്നത് അനുഭവിക്കാൻ നിനക്ക് ഭാഗ്യമുണ്ടാവത്തില്ല. സ്വത്രം, ഇങ്ങനെ പറയും, സ്വത്രം, ഈ പൊരുന്നിരിക്കുന്ന തത്തിരിപ്പക്ഷിയെ പോലെ നീ അതിന് മേളിൽ കൂടുകൂട്ടിയിരിക്കും, പക്ഷെ അത് തിന്നാനുള്ള ഭാഗ്യമുണ്ടാകത്തില്ല. എന്നാൽ നിന്റെ ജീവിതം ദൈവത്തിന് മഹത്വമായി മാറ്റിയിട്ട്, സ്വത്രം, യോബ് പറഞ്ഞതുപോലെ, യഹോവ തന്നതായത് അത് യഹോവയ്ക്ക് ഇഷ്ടമായത് ഞാൻ നിവർത്തിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിന് യാഗമർപ്പിപ്പാൻ നീ തയ്യാറായാൽ, കുഞ്ഞെ, ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു രോഗത്തിനും ഒരു ശാപത്തിനും നിന്റെ മേൽ അവകാശം പറയാൻ പറ്റാത്തതുപോലെ സ്വർഗം തൻ്റെ ദൂതഗണത്തെ കൊണ്ട് കാവൽ ചെയ്യും. സ്വത്രം, നോക്ക്, അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. സ്വത്രം, നിങ്ങൾ യേശു പറഞ്ഞത് കേട്ടനുസരിച്ചാൽ, ദൈവത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് സംഭവിക്കും. കുഞ്ഞെ, നീ ആർക്കും വേണ്ടാതെ കിടന്നൊരു വ്യക്തിയാ, നിന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞ വ്യക്തിയാ. എന്നാൽ ഇന്ന് നിൻ്റെ കൂടെ അനേകരുണ്ട്. കാരണം കർത്താവ് നിൻ്റെ കൂടെ വന്നപ്പോൾ അനേകർ നിന്നെ ചേർത്ത് പിടിക്കാറുണ്ട്. പക്ഷേ ആരുമില്ലാതിരുന്ന കാലത്ത് നിന്നെ ചേർത്ത് പിടിച്ച യേശു നിനക്ക് നൽകി തന്ന നന്മ നീ മറന്നു കളയാതെ നിന്റെ ആയുഷ്കാലം മുഴുവനും അവന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക്. ദൈവം നിനക്ക് തരുന്ന നന്മയിൽ നിന്നൊരു വീതം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി നീ ഒന്ന് മാറ്റി വെച്ചു നോക്ക്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നീ ഒന്ന് കൊടുത്തു നോക്ക്. ലോകത്തിൽ നീയും നിൻ്റെ സന്തതിയും അനാഥരായി പോകുവാൻ, നിന്റെ സന്തതിയും ആഹാരം ഇരക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. വിശ്വാസത്തോടെ പറയണം, എൻ്റെ ദൈവം എനിക്ക് തന്നതാ എൻ്റെ കുടുംബത്തെ. വിശ്വാസത്തോടെ പറയണം, ദൈവം എനിക്ക് തന്നതാ എൻ്റെ കുഞ്ഞുങ്ങളെ. വിശ്വാസത്തോടെ പറയണം, ദൈവം എനിക്ക് തന്നതാ
ഭവനത്തെ. വിശ്വാസത്തോടെ പറയണം, ദൈവം എനിക്ക് തന്നതാ വാഹനത്തെ. വിശ്വാസത്തോടെ പറയണം, ദൈവം എനിക്ക് തന്നതാ ഈ ജീവിതത്തെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നുവെങ്കിൽ എൻ്റെ ക്രിസ്തുവിന് വേണ്ടി. നീ ഒന്ന് പറഞ്ഞു നോക്ക്, സ്വർഗം ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. കൂട്ടുകാരിൽ പരമായി നിറയ്ക്കുന്ന നിറവ് അവൻ നിനക്ക് നൽകിത്തന്ന് നിന്നെ മാനിപ്പാൻ അവൻ കടന്നു വരിക തന്നെ ചെയ്യും. സ്തോത്രം, സ്തോത്രം. ഈ നല്ല രാത്രിയിൽ വ്യക്തമായി ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നീ കഴിക്കുന്ന ഓരോ നിമിഷമുണ്ടല്ലോ, സ്വർഗം പ്രതിഫലം നിനക്ക് വേണ്ടി കരുതിക്കൊണ്ടിരിക്കുക. ലോകം പറയുന്നതല്ല കുഞ്ഞെ നീ കേൾക്കേണ്ടത്. ദൈവം എന്ത് പറയുന്നുവോ, ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ അതനുസരിച്ച് അത് പ്രകാരം നീ യാത്ര ചെയ്യാൻ തയ്യാറായാൽ നീ തോറ്റുപോകത്തില്ല. യേശു കർത്താവ് തെരുവുദൂല നടന്നു വരുന്ന കണ്ടപ്പോൾ ചുങ്കക്കാരനായ സക്കായിക്ക് ഒരാഗ്രഹം. കാരണം യേശുവിനെക്കുറിച്ച് അവൻ ഒരുപാട് കേട്ടു. സ്തോത്രം. ആ കേട്ടതിനപ്പുറം ഒന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം സക്കായിയുടെ ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ ആളിൽ കുറിയവനായതുകൊണ്ട് യേശുവിനെ ജനത്തിനിടയിൽ കാണാൻ പറ്റാത്തത് കൊണ്ട് അവൻ ഓടിച്ചെന്നൊരു മരത്തിൻ്റെ മുകളിൽ കയറി. സ്തോത്രം. വചനം പറയുന്നു അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ കയറിയത് സ്തോത്രം സ്പീഡിനാ, പക്ഷേ ഇറങ്ങാൻ പറ്റുന്നില്ല, കാരണം അത്ര വലിയ മരമാണ്. എന്നിട്ട് അവൻ അത്തിയുടെ ഇടയിൽ ഒളിച്ചിരുന്നു. എന്നെ യേശു കാണരുത്, എനിക്ക് യേശുവിനെ കാണണം. ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ പെന്തിക്കോസുകാരാണെന്ന് പറയുകയും ചെയ്യരുത്, പെന്തിക്കോസിൻ്റെ നന്മ എനിക്ക് പ്രാപിക്കുകയും വേണം. ഞാനൊരു ദൈവ പൈതലാണെന്ന് ആരും അറിയുകയും ചെയ്യരുത്, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും വേണം. സ്വത്രം. ഞാൻ പിന്നെ ആലയത്തിൽ പോകുന്നെന്ന് മറ്റാരും അറിയരുത്, എനിക്ക് ആലയത്തിൽ പോവുകയും വേണം. സ്വത്രം. എനിക്ക് ദൈവരാജ്യത്തിൽ പോവുകയും വേണം, ഞാൻ സ്നാനപ്പെടുത്തുമില്ല. സ്വത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, സ്വർഗം തരിശ് കിടന്നാലും. സ്വത്രം. നീ എന്തെല്ലാം ദാനധർമ്മങ്ങൾ ചെയ്താലും, എന്തെല്ലാം പുണ്യപ്രവൃത്തികൾ ചെയ്താലും, വചനം പറയുന്ന പ്രകാരം വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം വചനം പറയുന്ന അടിസ്ഥാനത്തിൽ ജീവിച്ചില്ല എങ്കിൽ നീ ആരായാലും സ്വർഗം കണി കാണത്തില്ല. സ്വത്രം. സക്കായി ഇലകൾക്കിടയിലൂടെ ദൂരെ ആരവാരവം കേട്ട് യേശു നടന്നു വരുന്നത് കണ്ടു. സ്തോത്രം. സക്കായി ഒളിച്ചിരുന്നു കൊണ്ട് യേശുവിനെ നോക്കി. സക്കായി ചിന്തിച്ചില്ല യേശു തന്നെ കാണുമെന്ന്. സ്തോത്രം. കുഞ്ഞെ, നീ കാണുന്നതിന് മുമ്പേ, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ടവൻ, നിൻ്റെ പേര് ചൊല്ലി വിളിച്ചവൻ, നീ എവിടെ പോയാലും നിന്നെ വിടാതെ അവൻ നിന്നെ പിന്തുടരും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ വ്യക്തമായി കാണുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ 2 പുസ്തകമുണ്ടെന്ന്. സ്വത്രം. ഒന്ന് ഓർമ്മയുടെ പുസ്തകം. സ്വത്രം. ഓർമ്മയുടെ പുസ്തകത്തിലാണ് ലോക മനുഷ്യരുടെ എല്ലാം പേരുള്ളത്. സ്വത്രം. നമുക്കൊരു പക്ഷേ തോന്നാം, എൻ്റെ വല്യപ്പച്ചനിട്ട പേരാണ്, എൻ്റെ അപ്പുപ്പനിട്ട പേരാണ്, എൻ്റെ വല്യമ്മച്ചിയിട്ട പേരാണ്, എൻ്റെ അപ്പനിട്ട പേരാണ്. അല്ല കുഞ്ഞെ, നിന്നെ വിളിക്കുന്ന പേര് സ്വർഗമിട്ട പേരാ. സ്വത്രം. സ്വർഗത്തിലെ പുസ്തകത്തിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ച പേരാ. എന്നാൽ ആ ലോകത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ജീവൻ്റെ പുസ്തകത്തിലേക്ക് എഴുതിയത് നീയാ. സ്വത്രം. നിൻ്റെ പേര് ഓർമ്മയുടെ പുസ്തകത്തിൽ വേണ്ട, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ വേണമെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ തിന്മകളെ തള്ളി നന്മ തിരഞ്ഞെടുത്ത് യേശുവിൻ്റെ പൈതലായി മാറിയപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേര് എഴുതപ്പെട്ടു, ഓർമ്മയുടെ പുസ്തകത്തിൽ നിൻ്റെ പേര് മായ്ക്കപ്പെട്ടു. സ്തോത്രം. ഇപ്പം നീ ആരല്ലെന്നറിയാമോ? ലോകത്തിൻ്റെ പൈതലല്ല, ദൈവത്തിൻ്റെ പൈതല. സ്വത്രം. ലോകത്തിൽ നോക്കി അതുകൊണ്ടാണ് നിന്നെ കാണാത്തത്, ദൈവമക്കളുടെ ഇടയിൽ നോക്കിയാൽ നിന്നെ കാണാം. സ്വത്രം. ലോകക്കാർ നിൻ്റെ കൂടെ വരാത്തത്, നീ ദൈവത്തിൻ്റെ
പൈതലായതുകൊണ്ടാ. ലോകത്തിൻ്റെ വഴികളിൽ നിന്നെ കൊണ്ടുപോകാൻ അവർ മടിക്കുന്നത് നീ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ടാ. ഒന്നുകൂടി ചേർത്ത് പറയട്ടെ, ലോകക്കാർ നോക്കുന്നത് നിൻ്റെ നന്മയാ കാണുന്നത്, എന്നാൽ നീ നോക്കിയാൽ അവരുടെ തിന്മയെ കാണത്തുള്ളൂ. എന്നാൽ ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ, സക്കായി നോക്കി യേശു താനിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് മുകളിലേക്ക് നോക്കി. സ്വത്രം. കാരണം ആഗ്രഹത്തോടെ യേശുവിനെ കാണാൻ ഒരുത്തൻ മരത്തിന് മണ്ടയിരിക്കുന്ന യേശുവിനറിയാം. സ്വത്രം. തന്നെ കാണാൻ ആഗ്രഹിച്ചാണ് അവന് കയറാൻ പറ്റാത്ത ആ വലിയ വടവൃക്ഷത്തിൽ അവൻ വലിഞ്ഞു പിടിച്ച് കയറിയതെന്ന് യേശുവിനറിയാം. കുഞ്ഞെ, നിൻ്റെ തലയിൽ ഒരു മുടിനാര് പോകുന്നെങ്കിൽ അതിനെ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന യേശു അറിയാതെ പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ സക്കായിയുടെ ചിന്തകളെ അറിഞ്ഞ കർത്താവ്, നിൻ്റെയും എൻ്റെ ചിന്തയെ അറിയുന്ന കർത്താവ്, ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന കർത്താവ് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിന്നിട്ട് മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞ്, സക്കായിയെ വേഗമിറങ്ങി വാ. സ്വത്രം. സക്കായി പേടിച്ചുപോയി. ആരും കാണരുത്, എനിക്ക് യേശുവിനെ കാണണം. ഇന്ന് രാത്രികാലം പറയട്ടെ, നീ തള്ളി വിട്ടേച്ച് പോകുന്ന, നീ കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് അകന്നു പോകുമ്പോൾ യേശു നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് നീ തിരിച്ചറിയണം. എപ്പോൾ നീ മടങ്ങി വരുമോ, എപ്പോൾ നീ യേശുവേ എന്ന് വിളിക്കുമോ, എപ്പോൾ നീ കർത്താവിന് സന്നിധി വരാൻ ആഗ്രഹിക്കുന്നു, ആ സമയം കർത്താവ് നിന്നെ കൊണ്ടുവരും. പക്ഷേ കർത്താവിൻ്റെ സന്നിധി നീ വരാൻ ഈ ലോകത്തിൻ്റെ പിശാച് സമ്മതിക്കത്തില്ല. സ്വത്രം. ഈ ലോകത്തിൻ്റെ പിശാച് ഏതു വിധത്തിലും നീ ദൈവസന്നിധി വരാതിരിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കും. സക്കായിക്ക് യേശുവിനെ കാണണം, യേശു സക്കായിയെ കാണരുത്. ഇതുപോലെ നമ്മളിൽ പലരും സ്വത്രം ദൈവത്തിൽ നിന്നുള്ള നന്മ വേണം, ദൈവത്തെ വേണ്ട. സ്വത്രം. ഉയർച്ച പ്രാപിക്കണം, ഉയർത്തുന്നവനെ വേണ്ട. സ്വത്രം. കണ്ണുനീര് മാറണം, കണ്ണുനീര് മാറ്റുന്നവനെ വേണ്ട. സാമ്പത്തികം വേണം, സാമ്പത്തികം തരുന്നവനെ വേണ്ട. സ്വത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് പിശാച് നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന തന്ത്രങ്ങളാ. ഏതുവിധവും നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റണം, നിൻ്റെ ഭവനം കുപ്പക്കുന്നാക്കി മാറ്റണം, നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കണം. നീ ദൈവത്തോട് പറഞ്ഞതും ദൈവം നിന്നോട് പറഞ്ഞതുമായ വാഗ്ദത്ത നിവർത്തി നീ പ്രാപിക്കാതെ ഇരിക്കണതിന് അവൻ പല പദ്ധതികൾ ഒരുക്കി നിൻ്റെ ചാരത്തുണ്ടെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അതുകൊണ്ട് ലോകം പറയുന്നല്ല നീ കേൾക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അത് പ്രകാരം നീ യാത്ര ചെയ്യാൻ തയ്യാറായാൽ നിന്നെപ്പോലെ ഭൂമിയുടെ മുകൾപ്പരപ്പിൽ അനുഗ്രഹിക്കപ്പെടാൻ മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കത്തില്ല കുഞ്ഞേ. വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും സ്വത്രം എല്ലാവരും തള്ളിക്കളഞ്ഞ കുറേ അപ്പച്ചന്മാരും അമ്മച്ചിമാരും നമ്മുടെ മുൻതലമുറക്കാരായി ജീവിച്ചിരുന്നു. സ്വത്രം. അവരൊറ്റ മാർഗമേ അവർ കണ്ടുള്ളൂ, സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ഉള്ള പദ്ധതി എന്താണെന്ന്. സ്വത്രം. അവർക്ക് മനസ്സിലായി, വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിലും ജീവിച്ചാൽ ഭൂതലത്തിൽ തങ്ങൾ അനുഗ്രഹിക്കപ്പെടും, സ്വർഗരാജ്യത്തിൽ ചെന്നു ചേരും. അവർ ദൈവസന്നിധിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് കണ്ണുനീരോടെ ദൈവസന്നിധി കരയുമായിരുന്നു. ഉപവാസവും പ്രാർത്ഥനയും ആ വീട്ടിൽ നിറഞ്ഞു നിന്നിരുന്നു. അതിരാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ അവർ ദൈവമുഖം അന്വേഷിക്കും. വൈകുന്നേരത്ത് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് അവർ ദൈവത്തോട് നന്ദി പറയും. അങ്ങനെ ദൈവമുഖം അന്വേഷിച്ചവരും ദൈവത്തിന് നന്ദി പറഞ്ഞവരും ആരും ഭൂതലത്തിൽ തകർന്നു പോയിട്ടില്ല. അവരെ ആരെയും തകർക്കുവാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടുമില്ല. അവർ തകരുമെന്ന് പറഞ്ഞ സ്ഥാനത്തെല്ലാം കരം നീട്ടി അവരെ താങ്ങിയെടുത്ത് സുസ്ഥിരമാകുന്ന ക്രിസ്തുവാകുന്ന പാറമേൽ ഉയർത്തി നിർത്തിയിട്ട് മഹത്വത്തിന് സാക്ഷിയാക്കി തീർത്തെങ്കിൽ ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, സക്കായി പേടിച്ചു പോയി യേശു പറഞ്ഞപ്പം. സ്വത്രം. യേശു എന്ന് പറഞ്ഞ്, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് നിൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കാൻ പോരുക. സ്വത്രം. സക്കായി, ഇന്ന് നിൻ്റെ വീട്ടിൽ ഞാൻ പാർക്കാൻ പോവുക, അങ്ങോട്ട് നീ വാ, ഇറങ്ങി വാ. വചനം പറയുന്നു, അങ്ങോട്ട് കയറിയ സ്പീഡിൽ അല്ല അവൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. അവൻ ബന്ധപ്പെട്ട് അങ്ങോട്ട് കയറിയപ്പോൾ അവൻ ഒന്നും ചിന്തിച്ചില്ല. യേശുവിനെ കാണുന്ന ഒരൊറ്റ ചിന്ത ഉണ്ടായിരുന്നു. അങ്ങോട്ട് കയറിയ ബന്ധപ്പാട് അവൻ അറിഞ്ഞില്ല. പക്ഷേ യേശു തൻ്റെ കൂടെ വരുന്നു, തൻ്റെ വീട്ടിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സൊന്ന് പിടച്ചു. സ്വത്രം. അവൻ്റെ മനസ്സൊന്ന് പിടച്ചു. കാരണം അവനൊരു പാപിയായ മനുഷ്യനാണെന്ന് അവനപ്പോൾ ബോധ്യമായി. അങ്ങനെ പരിശുദ്ധനായി യേശു എൻ്റെ ഭവനത്തിൽ പാർക്കണമെങ്കിൽ ഞാൻ എൻ്റെ അശുദ്ധിയെ വിട്ടുതിരിഞ്ഞ് വിശുദ്ധനാവണം.
സ്വത്രം സ്വത്രം. അതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. സ്വത്രം, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. സ്വത്രം. ഉദ്ദേശി ഒന്ന് പ്രാർത്ഥിച്ച കാര്യം നടക്കും. സ്വത്രം, നടക്കും കുഞ്ഞേ. ഉദ്ദേശി പ്രാർത്ഥിച്ചാൽ നടക്കും. പക്ഷേ നീ കർത്താവിന് വേണ്ടി നിൽക്കുമോ? ആലോചിക്കാം പാസ്റ്ററെ, ചിന്തിക്കാം പാസ്റ്ററെ. അതിനർത്ഥം തന്നെ പറയാം, നോക്കാം എന്നാ. സ്വത്രം. സക്കായി പറഞ്ഞൊരു കാര്യം ശ്രദ്ധ വെച്ച് കേൾക്കണേ. യേശുവേ, ഞാനൊരു പാപിയാ. അവനോട് ചോദിച്ചോ, നീ പാപിയാണോ എന്ന്? പിന്നെ എന്തുകൊണ്ടാണ് സക്കായി എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് സക്കായി എന്ന് പറഞ്ഞത്? ഉള്ളതിനെ ഉള്ളതുപോലെ അറിയുന്നവനാ ഇപ്പം ആരെടുക്ക നിൽക്കുന്നത്? സക്കായി അടുത്ത് നിൽക്കുന്നത്. അവൻ പറയാതെ തന്നെ സർവശക്തൻ അറിയാം. അതുകൊണ്ട് സ്വയം അങ്ങ് സമ്മതിക്കുക. ഇന്ന് രാത്രി വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ കുറവുള്ളവളാണ്. എൻ്റെ സംസാരം, എൻ്റെ ചിന്ത, എൻ്റെ നോട്ടം, എൻ്റെ പ്രവൃത്തി, എൻ്റെ കൊടുക്കൽ വാങ്ങലെല്ലാം കുറവുണ്ട്. എങ്കിലും കർത്താവേ, അതിനെയൊക്കെ ക്ഷമിച്ച് നീ എന്നെ നിർത്തിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ തയ്യാറായാൽ നീ കുറവുള്ളവനാകത്തില്ല, നിറവുള്ളവളായി ആയി മാറും. അത് കർത്താവ് നിന്നെ അതിനുവേണ്ടി ഒരുക്കിയെടുക്കും. സക്കായി പറഞ്ഞത് ഇങ്ങനെയാ, ഞാൻ വാങ്ങിച്ചതിൻ്റെ ഇരട്ടി മടക്കി കൊടുത്തോളാം. സ്വത്രം. യേശുവിന് സന്തോഷമായി. യേശു നേരെ എവിടെ പോയി? സക്കായിയുടെ വീട്ടിൽ പോയി. സ്വത്രം. അത് കണ്ട് നിന്നവർ സ്വത്രം കുറ്റമാ പറഞ്ഞത്. സ്വത്രം. നമ്മളും അങ്ങനെ. സ്വത്രം. നമ്മളും അങ്ങനെ. സ്വത്രം. കർത്താവ് എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ പിന്നാലെ നാം പോകാൻ തുടങ്ങുമ്പം കുറ്റം പറയാൻ ഒരുപാട് പേര് കാണും. സ്വത്രം. ലോകത്തിൽ മദ്യവും മയക്കുമരുന്നും കഴിച്ച് ലോകത്തിലും കുടുംബത്തിലും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരു തലവേദനയായി ജീവിച്ചാലും ആരും ഒന്നും പറയത്തില്ല. ഒരധികാരി വർഗവും നിൻ്റെ വായടപ്പിക്കാൻ വരത്തില്ല. സ്വന്തം നാട് ഇളക്കി ചീത്ത വിളിച്ച്, നാടിളക്കി പ്രശ്നമുണ്ടാക്കി, നാടിളക്കി മനുഷ്യൻ്റെ സ്വസ്ഥത തല്ലിക്കെടുത്തിയാലും ഒരൊറ്റ മനുഷ്യനും തടയത്തില്ല. പക്ഷേ എല്ലാറ്റിൽ നിന്നും മാറി, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി, ദൈവസന്നിധി മാറിയിരുന്ന് എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എത്ര മനോഹരമേന്ന് നീ പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ പിശാച് നിനക്കെതിരെ എഴുന്നേറ്റ് വരും. മാനസാന്തരപ്പെട്ട സക്കായിയെ കുറ്റം പറയാനാണ് അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാരെല്ലാം തയ്യാറായത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നല്ല രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നെങ്കിൽ യേശുവിനെ കണ്ട മാത്രയിൽ സക്കായിയുടെ മനസ്സിന് മാറ്റം വന്നെങ്കിൽ, സക്കായിയുടെ തീരുമാനങ്ങൾക്ക് മാറ്റം വന്നെങ്കിൽ, സക്കായിയുടെ സ്വഭാവത്തിന് മാറ്റം വന്നെങ്കിൽ, ആരാലും നിന്നെയും എന്നെ രക്ഷിപ്പാൻ കഴിയാതെ ഇരിക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹം നിന്നെയും എന്നെ തേടിയെത്തി. നീയും ഞാനും യേശുവിൻ്റെ പൈതലായി തീർന്നത് കൊണ്ടാ കുഞ്ഞ് ഈ രാത്രിയിലും സന്തോഷത്തോടെ നീയും ഞാനും ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ICUവിലും ഹോസ്പിറ്റലിൻ്റെ കട്ടിലും നീ കിടക്കുമായിരുന്നു. ഇല്ലെങ്കിൽ ഈ രാത്രിയുടെ യാമത്തിൽ ഏതെങ്കിലും തെരുവീതിയിൽ കടത്തിണയിൽ നീ ആഹാരത്തിന് വേണ്ടിയും അതുപോലെ തന്നെ വീട്ടിൽ വെക്കുന്ന അരി സാധനങ്ങൾക്ക് വേണ്ടിയും നീ നിൽക്കുമായിരുന്നു. എന്നാൽ സ്വർഗം അവിടെ ഒന്നും നിന്നെ നിർത്താതെ ഈ രാത്രിക്കാലം ദൈവസന്നിധി കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന് മുഴുമഹത്വവും കൊടുക്ക്. കാരണം എൻ്റെ അപ്പൻ നിന്നെ വിളിച്ചത് അനാഥനായി അലഞ്ഞു നടക്കാനല്ല, പ്രത്യാശ നഷ്ടപ്പെട്ടവനായി ജീവിതത്തിൽ തകർന്നു നടക്കുവാനല്ല, പിന്നെയോ നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിച്ച് ദൈവത്തിൻ്റെ മഹത്വം കണ്ടുകൊണ്ട് യാത്ര ചെയ്യാനാ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ നിന്റെ തിരഞ്ഞെടുപ്പും വിളിയും നീ ഉറപ്പ് വരുത്തിയിട്ട് മുഴുമഹത്വവും ദൈവത്തിന് കൊടുക്കണം. നഷ്ടം കട കണക്ക് നോക്കി വിലപിച്ചിരിക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്. അവൻ ചെയ്ത നന്മകളെ ഓർത്ത് സ്വത്രം ലോകത്തോട് വിളിച്ചു പറയാനാ ദൈവം നിന്നെ വിളിച്ചത്. സ്വത്രം. നിൻ്റെ തലമുറ നിനക്കൊരു കണ്ണുനീരായി മാറുന്നെങ്കിൽ ഈ രാത്രിക്കാലം പറ, എൻ്റെ തലമുറയെ നീ തന്നതാ, എൻ്റെ കണ്ണുനീര് തുടച്ച് എൻ്റെ തലമുറയെ മാനിക്കണമെന്ന് നീ ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്ക്. സ്വത്രം. നിൻ്റെ കൂട്ടാളി മദ്യപാനിയാണെങ്കിൽ അവനൊരു മാനസാന്തരം കൊടുക്കണേ ദൈവമെന്ന് നീ ദൈവത്തോട് ആത്മാർത്ഥയോടൊന്ന് പറഞ്ഞു നോക്ക്. നിൻ്റെ ആൺകുഞ്ഞ് നീ പറയുന്ന അനുസരിക്കുന്നില്ല
അങ്ങനെയല്ല. അവൻ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ലോക സുഖത്തിൽ അവൻ ആറാടി നടക്കുന്നതിൽ നീ ദൈവസന്നി മുഴങ്കാലും അടക്കിട്ട് കർത്താവേ, എൻ്റെ തലമുറ നീ തന്ന ദാനമാണ്, അവൻ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരല്ലേ എന്ന് ദൈവത്തോട് പറ. എൻ്റെ ദൈവം അവരെ മടക്കിക്കൊണ്ടുവരും. അല്ലാതെ ഒരു നേർച്ചയ്ക്കോ കാഴ്ചയ്ക്കോ ഒരു ലോകത്തിലെ മനുഷ്യനോ ഇല്ലെങ്കിൽ കൊണ്ടുവച്ചെടുത്തിരിക്കുന്ന ദൈവങ്ങൾക്കോ നിൻ്റെ തലമുറയോ നിൻ്റെ കൂട്ടാളിയോ നിൻ്റെ കുഞ്ഞിനെയോ മടക്കിക്കൊണ്ടുവരാൻ കഴിയത്തില്ല കുഞ്ഞേ. കാരണം നിൻ്റെ ഹൃദയത്തിനകത്ത് സംസാരിച്ച ദൈവം അവരുടെ ഉള്ളത്തോട് സംസാരിച്ചാൽ മാത്രമേ അവർക്ക് മാനസാന്തരം ഉണ്ടാവത്തുള്ളൂ. സ്വത്രം. അല്ലാതെ ആര് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. കാരണം കാലം അങ്ങനെയായി മാറിക്കഴിഞ്ഞു. പഴയ കാലത്തിലേക്കൊന്ന് 10-25 വർഷത്തിന് പുറകോട്ടൊന്ന് പോയാൽ മൂത്തവരെ കണ്ടാൽ ഇളയവർ പതുങ്ങി നിൽക്കും. മൂത്തവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ ധൈര്യമില്ല. അപ്പൻ വരുന്നു എന്നറിഞ്ഞാൽ എവിടെ നിന്നാലും ഓടി വീട്ടിലെത്തും. അന്ന് ഭയമുണ്ടായിരുന്നു, അന്ന് ബഹുമാനമുണ്ടായിരുന്നു, അന്ന് മൂത്തവർ പറഞ്ഞ് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇന്നത്തെ തലമുറ വഷളായിപ്പോയെന്നറിയാമോ? സ്വത്രം. മാതാപിതാക്കൾക്ക് അവരെ സ്നേഹിക്കാൻ സമയമില്ല, അവർക്ക് നല്ല ഉപദേശം കൊടുത്ത് അവരെ വളർത്താൻ അവർക്ക് സമയമില്ല, ദൈവഭയത്തിൽ അവരെ നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. സ്വത്രം. അവർ അവരുടെ ഇഷ്ടത്തിന് വളർന്നു വന്നു. സ്വത്രം. അവർ ആഗ്രഹിച്ച നിലവാരത്തിലെല്ലാം അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തപ്പം ഒരു കാര്യം മറന്നുപോയി, ദൈവഭയത്തിലും ഭക്തിയിലും അവരെ വളർത്തുവാൻ. സ്വത്രം. മൂത്ത സഹോദരങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചില്ല, ഇളയത്തുങ്ങളെ ചേർത്ത് പിടിക്കാൻ പഠിപ്പിച്ചില്ല. അപ്പനും അമ്മയും നേരം വെളുക്കുമ്പം ഓടുകയാ. സ്വത്രം. എന്തിനാ? മക്കൾക്ക് ആഹാരം തേടി. മക്കളോ തോന്നുന്ന നിലവാരത്തിൽ കണ്ടം വഴി ഓടിക്കൊണ്ടിരിക്കുക. സ്വത്രം. അപ്പനും അമ്മയും വന്നാലും മക്കൾ വീട്ടിൽ വരത്തില്ല, മക്കൾ വീട്ടിൽ വന്നാലും അപ്പനും അമ്മയും വീട്ടിൽ വരത്തില്ല. ഇനി അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് വന്നാൽ അവരൊരുമിച്ചിരുന്ന് ആഹാരം പോലും കഴിക്കത്തില്ല. സ്വത്രം. കാരണം പിശാച് സകലത്തെയും ശിഥിലമാക്കി തങ്ങളി വൈരമുണ്ടാക്കി. സ്വത്രം. വൈരമുണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്രം തങ്ങളി മത്സരമുണ്ടാക്കി. സ്വത്രം. പകയുണ്ടാക്കി. ഇപ്പോൾ ഒരു കുടുംബത്തിനകത്ത് 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ 4 വഴിക്ക. സ്വത്രം. ആര് പറഞ്ഞാലും ആരും കേൾക്കത്തില്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടി പറയാം. സ്വത്രം. ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ 4 വള്ളിക്കാരാ. സ്വത്രം. 10 പേരുണ്ടെങ്കിൽ 10 വള്ളിക്കാരും ഒരു അമ്പലക്കാരനും കാണും. സ്വത്രം. കാരണം ഒരുമിച്ച് നിന്നാൽ സ്വത്രം അവൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി തീരും, അവൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് പിശാചിനറിയാവുന്ന കൊണ്ട് പിശാച് സ്വത്രം സഭയുടെയും സംഘടനയുടെയും ജാതിയുടെയും മതത്തിൻ്റെയും ഗ്രൂപ്പിൻ്റെയും പേര് പറഞ്ഞ് എല്ലാത്തിനും തല്ലിപ്പിരിച്ച് അകറ്റി നിർത്തി. സ്വത്രം. അപ്പനെ വേണ്ട, അമ്മയെ വേണ്ട, കൂടപ്പറപ്പുകളെ വേണ്ട. സ്വത്രം. ലോകത്തെ മതി. ഈ നല്ല രാത്രി വ്യക്തമായി പറയട്ടെ, ലോകത്തെ സ്നേഹിക്കുന്ന നീ ലോകക്കാരിൽ ഒരുത്തനായി മാറിയാൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണത്തില്ല. നിൻ്റെ അവസാന കാലം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ള മുമ്പിൽ കരന്നിട്ടുണ്ടെന്ന സാഹചര്യത്തിൽ പിശാച് നിന്നെ കൊണ്ടെത്തിക്കും. സ്വത്രം. അത് വരാതെ ഇരിക്കണമെങ്കിൽ ശലോമോൻ പറഞ്ഞതുപോലെ നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ നീ അറിയാൻ ശ്രമിക്കണം. സ്വത്രം. നിൻ്റെ യൗവനകാലത്ത് നീ ദൈവത്തെ അറിയാൻ ശ്രമിക്കണം. ദൈവത്തിന് വചനം എന്ത് പറയുന്നു അതിന് പ്രകാരം ജീവിക്കാൻ നീ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ വാർദ്ധക്യകാലത്ത് സ്വർഗം നിന്നെ കരുതിക്കൊള്ളും. ഈ നല്ല രാത്രിയിൽ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു സ്വത്രം. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരുന്നാൽ. സ്വത്രം. അതാണ് നമ്മുടെ കുറിവാക്യം. ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരുന്നാൽ. എന്ത് വിശ്വസിക്കണം ദൈവത്തിൽ? എൻ്റെ ആയുസ്, എൻ്റെ ആരോഗ്യം, എൻ്റെ ബലം അത് ദൈവത്തിൻ്റെ ദാനമാണ്. സ്വത്രം. ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാ. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവം എനിക്ക് തന്നതാ. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ദൈവത്തിൻ്റെ ദാനമാ, ഞാൻ അവരുടെ ദാനമാ. അങ്ങനെ നീ ദൈവത്തിന് മുഴുവൻ മഹത്വം കൊടുത്തുകൊണ്ട് സ്വത്രം വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന പ്രകാരം ജീവിക്കുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നീ ആരാധിപ്പാൻ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും തകർച്ച വന്ന് ഭവിക്കത്തില്ല. സ്വത്രം.
പള്ളിയെ അല്ല സ്നേഹിക്കേണ്ടത്, പട്ടക്കാരെ അല്ല സ്നേഹിക്കേണ്ടത്, ദൈവത്തെ സേവിക്കണം. സ്വത്രം, ദൈവത്തെ സ്നേഹിക്കണം. ആ സ്നേഹം നിൻ്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് ലോകത്തെ സ്നേഹിക്കാൻ കഴിയും, നിൻ്റെ കൂടപ്പറപ്പുകളെ സ്നേഹിക്കാൻ കഴിയും, നിൻ്റെ കൂട്ടുവിശ്വാസിയെ സ്നേഹിക്കാൻ കഴിയും, നിങ്ങളുടെ ദൈവദാസനെ സ്നേഹിക്കാൻ കഴിയും. ഇതില്ലെങ്കിൽ, സ്നേഹമെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വന്നില്ലെങ്കിൽ, ദൈവം നിൻ്റെ കൂടെ ഇല്ലെങ്കിൽ, നീ എല്ലാവർക്കും ഒരു തലവേദനയായിരിക്കും. അത് ആര് കൊണ്ടുവരുന്നതെന്നറിയാമോ? പിശാച് കൊണ്ടുവരുന്നതാ. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവ നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നു. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നെങ്കിൽ ഈ രാത്രിക്കാലം പറ, പിശാചേ നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല, പിശാചേ എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിനക്ക് അവകാശമില്ല, മാറ് പിശാചെന്ന് നീ പറയാൻ തയ്യാറായാൽ പിശാച് നിന്നെ വിട്ട് ഓടിപ്പോകും. കർത്താവ് പറഞ്ഞു, യേശു കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ അത് നീങ്ങി കടലിൽ പോയി വീഴുമെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലേ, നിൻ്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നീ പറയണം, നിനക്കെതിരെ പോരാടുന്ന പിശാച് മാറന്ന്. നിൻ്റെ നന്മയെ ബ്ലോക്ക് ചെയ്യുന്ന പിശാച് പറയും മാറി നിൽക്കാൻ പറയണം. നിൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കുമെന്ന് പറഞ്ഞ പിശാച് മാറി നിൽക്കാൻ പറയണം. നിൻ്റെ കൂട്ടാളിയെ രോഗിയാക്കുമെന്ന് പറഞ്ഞ പിശാച് മാറി നിൽക്കാൻ പറയണം. യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോ പിശാച് എന്ന് പറഞ്ഞാൽ അവ നിന്നെ വിട്ടു പോകും. പക്ഷേ അത് പറയാനുള്ള ധൈര്യം ഇപ്പോൾ നിൻ്റെ അകത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നിൻ്റെ നോട്ടം ഇപ്പോഴും സ്വത്രം എങ്ങോട്ടാ? ലോകത്തിലേക്കാ. സ്വത്രം ഇപ്പോഴും നിൻ്റെ നോട്ടം ലോകത്തിലേക്കാ. എന്താ നോക്കുന്നറിയാമോ? എനിക്ക് അവരേക്കാൾ, എനിക്ക് ഇവരേക്കാൾ, എനിക്ക് അവനേക്കാൾ, എനിക്ക് ഇവളേക്കാൾ, എനിക്ക് വലിയവനാകണം, വലിയവളാകണം. കുഞ്ഞെ, അതൊക്കെ നടക്കും, അതൊക്കെ നിനക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ നടക്കും. പക്ഷേ തിന്നാനുള്ള ഭാഗ്യം വേണമെങ്കിൽ ദൈവം തരണം. സ്വത്രം, മനസ്സിലായോ ഞാൻ പറഞ്ഞത്? സ്വത്രം, പണമിഷ്ടം പോലെ ഉണ്ടാക്കാൻ നമുക്ക് ബുദ്ധി ഉപയോഗിച്ചാൽ കഴിയും. പക്ഷെ അത് അനുഭവിക്കാനുള്ള ഭാഗ്യമാണെങ്കിൽ സ്വർഗം നിന്നോട് കൂടെ വേണം. സ്വർഗത്തിൽ അപ്പൻ്റെ കൃപ നിന്നോട് കൂടെ ഇല്ലെങ്കിൽ സ്വത്രം, മനുഷ്യൻ പറയുന്നത് കേൾക്കേണ്ടി വരും. സ്വത്രം, സ്വത്രം, സ്വത്രം. നമ്മുടെ മലയാളിയുടെ ഏക ഫുഡ് എന്തോന്നറിയാമോ? നല്ല മീനും നല്ല ചീനിയും നല്ല ചോറുമാണ്. സ്വത്രം, നമ്മുടെ മലയാളിയുടെ ഫുഡ് അതാണ്, ചീനിയും ചോറും മീൻകറിയും. സ്വത്രം, അത് നിന്നോട് തിന്നരുതെന്ന് ലോകത്തിൽ ആരെങ്കിലും, ഇന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന ആരാന്നറിയാമോ? ഡോക്ടർമാരാണ് പറയുന്നത്. ചോറ് തിന്നല്, ചീനി തിന്നല്, മീൻകറി തിന്നല്. സ്വത്രം, ഇനി മീൻകറി തിന്നാമെന്ന് പറഞ്ഞാൽ ചില കൊച്ചു കൊച്ചു മീൻ അതേ തിന്നാവും, വലിയ മീൻ തിന്നല്. എൻ്റെ കർത്താവ് പറഞ്ഞ് വെട്ടി തിന്നാനാണ് പറഞ്ഞത്. സ്വത്രം, എന്നിട്ട് പറഞ്ഞ് മരണകരമായി യാതൊന്ന് കഴിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല. കുഞ്ഞെ, ഭയപ്പെടരുത്. നിന്നെ ആക്കിയത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ നിനക്ക് വേണ്ടത് തരാൻ ദൈവത്തിന് കഴിയും. നീ കഴിക്കുന്നതൊന്നും നിനക്ക് രോഗമായി മാറത്തില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, അകത്തോട്ട് പോകുന്നതൊന്നും നിനക്ക് ദോഷമല്ല, അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നതാണ് നിനക്ക് ദോഷമായി ഭവിക്കുന്നത്. അതുകൊണ്ട് അകത്തോട്ട് തരുന്ന ദൈവത്തിന് മഹത്വം കൊടുത്താൽ പുറത്തോട്ട് വിടുന്ന ശ്വാസം ജീവനായി ദൈവത്തിന് മഹത്വമായി മാറും. സ്വത്രം, വ്യക്തമായി പറയട്ടെ, ചോറും ചീനിയും സ്വത്രം മീൻകറിയുമായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഫുഡ്. അത് 4 ദിവസമൊക്കെ മൺചട്ടിക്കകത്ത്, അടുപ്പിനകത്ത്, അന്ന് ഫ്രിഡ്ജൊന്നുമില്ല, അടുപ്പിനകത്തിരുന്നിട്ട് ആ മീൻകറിയൊക്കെ കെട്ടി വെച്ചിട്ട് മൺചട്ടിക്കകത്ത് ഉറിക്കകത്ത് തൂക്കി ദിവസങ്ങളോളം വെച്ച് കഴിച്ചിട്ടും അവർക്കാർക്കും ഷുഗറും വന്നില്ല, പ്രഷറും വന്നില്ല, കൊളസ്ട്രോളും വന്നില്ല. അന്നത്തെ ഒരൊറ്റ ഡോക്ടർമാരും പറഞ്ഞിട്ടില്ല ചീനി തിന്നല്, ചോറ് തിന്നല്, മീൻകറി കൂട്ടല്ലെന്ന്. ഇന്ന് ആര് നോക്കിയാലും എപ്പോൾ നോക്കിയാലും പറയും ചോറ് തിന്നല്ലേ, ചീനി തിന്നല്ലേ, സ്വത്രം, പിന്നെ ഇന്ന കറികൾ കൂട്ടല്ലേ. എൻ്റെ ഭാഷയെ പറഞ്ഞ ഭോടാബിയായ എന്ന് പറയും. സ്വത്രം, കാരണം എൻ്റെ കർത്താവ് ആകപ്പാട് എനിക്ക് തരുന്ന ഒരു സാധനം അതാ. എനിക്ക് ഫ്രൈഡ് റൈസും ചിക്കനും മട്ടനും ഒക്കെ കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റാത്തന്നെ, കാരണം എനിക്കത് വാങ്ങാനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് എൻ്റെ ഏക ആഹാരം ചോറും ചീനിയും മീൻകറിയുമാ. അത് തിന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാവും. അത് തിന്നാനാ കർത്താവ് തന്നത്. അപ്പം നീ പറയുക അത് തിന്നാ ചത്തുപോകുമെന്ന്. കുഞ്ഞെ, പട്ടിണി കിടന്ന് ചാവുന്നതിനേക്കാൾ എത്രയോ നല്ലതാ വല്ലതും കഴിച്ച് ചാവുന്നത്. ഓ, മനസ്സിലായില്ല? സ്വത്രം, അതിരാവിലെ നമ്മൾ എഴുന്നേറ്റ് ഒരു കട്ടൻ കാപ്പി കുടിക്കും.
സ്വത്രം. അതിരാവിലെ എഴുന്നേറ്റ് ഒരു പാൽച്ചായ കുടിക്കും. അതിരാവിലെ എഴുന്നേറ്റ് നല്ല 2 ദോശയും നല്ല ഒരു സാമ്പാറും കഴിക്കും. ഇപ്പം തിന്നുവോ? സ്വത്രം. പേടിയാ. രാവിലെ എന്താ കഴിക്കുന്നത്? പാവയ്ക്ക ജ്യൂസ്. സ്വത്രം. അതും സമാധാനത്തോടെ കഴിക്കുന്നത്, മരണഭീതിയോടെ കഴിക്കുന്നത്. എൻ്റെ കർത്താവ് നിന്നെ നോക്കി ചിരിക്കുക. സ്വത്രം. പിശാച് നിന്നെ നോക്കി ചിരിക്കുക. കർത്താവ് നിന്നെ നോക്കി ചിരിക്കുന്നത് നിൻ്റെ അവിശ്വാസം കണ്ടിട്ടാ. പിശാച് നിന്നെ നോക്കി ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ ആഗ്രഹിച്ച് നടന്നെന്ന് ഓർത്തട്ടാ. എന്നാൽ ഈ രാത്രികാലം വ്യക്തമായി പറയട്ടെ, യേശു പറഞ്ഞു, വിശ്വാസത്തോടെ സ്വത്രം നീ പറയുന്നത് സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ ശരീരത്തെ നശിപ്പിക്കാൻ ഒരു രോഗത്തെയും ദൈവം അനുവദിക്കത്തില്ല. നിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്യുവാൻ ഒരു പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. സ്വത്രം. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കുവാൻ ഒരു പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ മഹത്വം നീ ദൈവത്തിന് കൊടുക്കണം. നിന്റെ മക്കളെ, നിന്റെ കൂട്ടാളിയെ, നിന്റെ നന്മയെ ദൈവത്തിന് മഹത്വമായി കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ സ്വത്രം നീ താഴ്ച പ്രാപിക്കില്ല, ഉയർച്ച പ്രാപിക്കും. ഉയർത്താമെന്ന് പറഞ്ഞ അപ്പൻ്റെ ബലമുള്ള കരത്തിൽ ഇന്നുവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിൻ്റെ തല ഉയർന്നിരിക്കും. പിശാചിൻ്റെ തല നിൻ്റെ കാൽ കീഴിലായിരിക്കും. ഏത് വേണമെന്ന് രാത്രികാലം തീരുമാനിച്ച് ദൈവസന്നിധിയിൽ തലവണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.